നമസ്കാരം, വണ്ടർ വേൾഡ് മലയാളത്തിലേക്ക് സ്വാഗതം. പ്രകൃതിയിലെ രണ്ട് വ്യത്യസ്ത ലോകങ്ങളിലെ പോരാളികൾ നേർക്കുനേർ വന്നാൽ എന്ത് സംഭവിക്കും? ഒരു വശത്ത് കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആന, മറുവശത്ത് മഞ്ഞുമലകളിലെ വേട്ടക്കാരനായ പോളാർ ബെയർ അഥവാ ധ്രുവക്കരടി. ഇവ തമ്മിൽ ഒരു പോരാട്ടം നടന്നാൽ ആര് ജയിക്കും? കേൾക്കുമ്പോൾ അസാധ്യമെന്ന് തോന്നുമെങ്കിലും ഇവരുടെ കരുത്തും തന്ത്രങ്ങളും താരതമ്യം ചെയ്താൽ ഉത്തരം നമ്മളെ അത്ഭുതപ്പെടുത്തും. ആദ്യം നമുക്ക് ആനയെക്കുറിച്ച് നോക്കാം. ആന വെറുമൊരു മൃഗമല്ല, അതൊരു ഭീമൻ യന്ത്രം പോലെയാണ്. ഏകദേശം 6000 കിലോയോളം തൂക്കമുള്ള ഒരു ആഫ്രിക്കൻ ആനയെ തടയാൻ കരയിലുള്ള മറ്റൊരു ജീവിക്കും കഴിയില്ല. ആനകൾക്ക് മനുഷ്യരെപ്പോലെ തന്നെ വികാരങ്ങളും മികച്ച ഓർമ്മശക്തിയും ഉണ്ട്. ഒരു ശത്രുവിനെ എങ്ങനെ നേരിടണമെന്ന് അവയ്ക്ക് കൃത്യമായി അറിയാം. ഒരു ആനയുടെ തുമ്പിക്കൈയിൽ ഏകദേശം 1.5 ലക്ഷത്തോളം പേശികളുണ്ട്. ഇതിന് ഒരു വലിയ മരത്തടി ഉയർത്താനും അതേസമയം ഒരു ചെറിയ പുല്ല് വരെ പറിച്ചെടുക്കാനും കഴിയും. ഒരു പോരാട്ടത്തിൽ ഈ തുമ്പിക്കൈ വലിയൊരു ചാട്ടവാർ പോലെ ഉപയോഗിക്കാൻ അവയ്ക്ക് സാധിക്കും. ഏത് കട്ടിയുള്ള ചർമ്മത്തെയും തുളച്ചു കയറാൻ ശേഷിയുള്ളതാണ് ആനയുടെ കൊമ്പുകൾ. ഒരു കുതിച്ചുചാട്ടത്തിൽ ഈ കൊമ്പുകൾ ഉപയോഗിച്ച് മറ്റുള്ള ജീവികളെ ദൂരേക്ക് എറിയാനും ആനയ്ക്ക് പ്രയാസമില്ല. ഏകദേശം 2.5 സെന്റിമീറ്റർ കനമുള്ളതാണ് ആനയുടെ തൊലി. ഇതൊരു കവചം പോലെ പ്രവർത്തിക്കുന്നു. ഇനി നമുക്ക് മഞ്ഞുമലകളിലെ രാജാവായ പോളാർ ബെയറിലേക്ക് വരാം. ആനയുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിപ്പം കുറവാണെന്ന് തോന്നാമെങ്കിലും കരയിലെ ഏറ്റവും വലിയ സസ്തനി വേട്ടക്കാരനാണിത്. ഒരു പോളാർ ബെയർ അതിന്റെ ഇരയെ കണ്ടെത്തുന്നത് കിലോമീറ്ററുകൾ അകലെ നിന്നാണ്. പോളാർ ബെയറിന്റെ മുൻകാലുകൾക്ക് വലിയ കരുത്തുണ്ട്. ഒരു അടികൊണ്ട് ഏതൊരു ജീവിയുടെയും എല്ലുകൾ തകർക്കാൻ അവയ്ക്ക് സാധിക്കും. അവയുടെ നഖങ്ങൾ ഏകദേശം 4 ഇഞ്ച് നീളമുള്ളതാണ്. അത് ഇരയുടെ ശരീരത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. പോളാർ ബെയറിന്റെ കടിക്കാനുള്ള ശക്തി ഏകദേശം 1200 PSI ആണ്. അതായത് ആനയുടെ കട്ടിയുള്ള ചർമ്മത്തെ പോലും ഭേദിക്കാൻ ഇതിന് സാധിച്ചേക്കാം. ആനയെപ്പോലെ നേർക്കുനേർ വന്ന് ആക്രമിക്കുന്ന രീതി പ്രായോഗികമായി കരടി ചെയ്യില്ല. വളരെ ക്ഷമയോടെ ഇരയെ നിരീക്ഷിക്കുകയും ഏറ്റവും ദുർബലമായ നിമിഷത്തിൽ മിന്നൽ വേഗത്തിൽ ആക്രമിക്കുകയും ചെയ്യുന്നതാണ് ഇവരുടെ രീതി. -ഡിഗ്രി തണുപ്പിൽ പോലും അതിജീവിക്കാൻ ശേഷിയുള്ള ശരീരമാണ് ഇവരുടേത്. വെള്ളത്തിലും കരയിലും ഒരുപോലെ വേഗതയിൽ ചലിക്കാൻ ഇവയ്ക്ക് കഴിയും. ഇനി നമുക്ക് ആ സങ്കല്പത്തിലേക്ക് വരാം. ഈ രണ്ട് കരുത്തരും ഒരു യുദ്ധക്കളത്തിൽ നേർക്കുനേർ വന്നാൽ എന്ത് സംഭവിക്കും? ആദ്യമായി, ആന ഒരു പ്രതിരോധ ജീവിയാണ്. എന്നാൽ തന്റെ കുഞ്ഞുങ്ങൾക്കോ തനിക്കോ ഭീഷണിയുണ്ടെന്ന് കണ്ടാൽ ആന ഒരു സംഹാരരൂപിയായി മാറും. 6000 കിലോ ഭാരമുള്ള ഒരു ആന മുന്നോട്ട് ആഞ്ഞു വന്നാൽ 800 കിലോ മാത്രമുള്ള കരടിക്ക് അത് താങ്ങാനാവില്ല. ആന തന്റെ തുമ്പിക്കൈ കൊണ്ട് ഒരു വീശൽ വീശിയാൽ കരടി ദൂരേക്ക് തെറിച്ചുപോകും. എന്നാൽ കരടിയുടെ ഭാഗത്തുനിന്നുള്ള നീക്കം നോക്കൂ. കരടി ഒരിക്കലും ആനയുടെ മുന്നിൽ പോയി നിൽക്കില്ല. പകരം ആനയുടെ പുറകിലോ വശങ്ങളിലോ ചാടിക്കേറി അതിന്റെ നഖങ്ങൾ കൊണ്ട് ആഴത്തിൽ മുറിവേൽപ്പിക്കാൻ ശ്രമിക്കും. കരടിയുടെ വേഗതയും ചടുലതയും ഇവിടെ അതിന് ഗുണകരമാകും. പക്ഷേ ഇവിടെയാണ് വലിപ്പത്തിന്റെ വ്യത്യാസം വരുന്നത്. ഒരു സിംഹക്കൂട്ടത്തിനു പോലും ഒരു വലിയ ആനയെ വീഴ്ത്താൻ മണിക്കൂറുകൾ അധ്വാനിക്കേണ്ടി വരും. അപ്പോൾ ഒറ്റയ്ക്കൊരു കരടിക്ക് ആനയെ കീഴടക്കുക എന്നത് ഏതാണ്ട് അസാധ്യമാണ്. ആന തന്റെ കൊമ്പുകൾ കൊണ്ട് ഒരു തവണ കുത്തിയാൽ കളി അവിടെ തീരും. ഭൂരിഭാഗം സാഹചര്യങ്ങളിലും വിജയം ആനയ്ക്ക് തന്നെയായിരിക്കും. വലിപ്പവും ശക്തിയും തന്നെയാണ് ഇവിടെ ആനയെ തുണയ്ക്കുന്നത്. എങ്കിലും ആനയുടെ കാലുകൾക്ക് ചലിക്കാൻ പറ്റാത്ത അത്രയും കട്ടിയുള്ള മഞ്ഞാണെങ്കിൽ അവിടെ പോളാർ ബെയറിന് ഒരു ചെറിയ അവസരം ലഭിച്ചേക്കാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ, പ്രകൃതിയിലെ ഈ രണ്ട് അതികായന്മാരും തങ്ങളുടേതായ സാമ്രാജ്യങ്ങളിലെ രാജാക്കന്മാരാണ്. ഒരാൾ കത്തുന്ന ചൂടിലും മറ്റൊരാൾ കൊടും തണുപ്പിലും അതിജീവിക്കാൻ കഴിവുള്ളവർ. വലിപ്പം കൊണ്ട് ആന മുന്നിട്ട് നിൽക്കുമ്പോൾ വേഗതയും വേട്ടയാടാനുള്ള തന്ത്രങ്ങളും കരടിയെ വ്യത്യസ്തനാക്കുന്നു. ഇവരിൽ ആര് ജയിക്കും എന്നതിനേക്കാൾ ഉപരി ഈ ജീവിവർഗങ്ങളെ വംശനാശത്തിൽ നിന്ന് സംരക്ഷിക്കുക എന്നതാണ് നമ്മുടെ കടമ. ഈ പോരാട്ടത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആനയാണോ കരടിയാണോ നിങ്ങളുടെ ഫേവറേറ്റ്? താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. വണ്ടർ വേൾഡ് മലയാളം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.